പ്രേംലാലെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും ഒരിക്കൽ പോലും ക്ഷുഭിതനായിട്ട് കണ്ടില്ല. മാധ്യമപ്രവർത്തകരോടായാലും പാർലമെൻറ്റിനകത്തായാലും പുറത്തായാലും ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനായാലും എപ്പോഴും ചിരിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രസാദം. പാർലമെൻറ്റിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പൊടുന്നനമേ അദ്ദേഹത്തിനെ വന്ന് ഉമ്മ വെച്ച രാഹുൽ ഗാന്ധി അത്രയും പ്രകോപനം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെൻറ്റിൽ വെച്ച് നടത്തിയപ്പോൾ പോലും അക്ഷോഭ്യനായി അദ്ദേഹം ഇരുന്നേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടികളൊക്കെ വരുമ്പോൾ ചിരിച്ചും കൊണ്ടാണ്. അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള കാലുഷ്യവും മുഖത്തില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്ന ചിത്രങ്ങൾ സാക്ഷ്യം പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെയായിട്ട് ഏറ്റവും പ്രകോപനപരമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും വളരെ ക്ഷുഭിതനായിട്ടും വളരെ അഡമൻ്റായിട്ടും അതുപോലെ തന്നെ ക്ഷിപ്രകോപത്തോടെയും പ്രതികരിക്കുന്നു. ഇത് എന്തിൻ്റെ ലക്ഷണമാവാം? ഇത് സാമാന്യ യുക്തിക്ക് ചിന്തിക്കുന്നവർക്ക് വിജയൻ പഴയ വിജയനായി എന്ന് പറയാം. മുഖ്യമന്ത്രി വിജയനല്ല, പഴയ പാർട്ടി സെക്രട്ടറി വിജയനായി എന്ന് പറഞ്ഞ് ഈ വിജയൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, വിജയൻ മാസ്ഡ, അങ്ങനെ പറയുന്നവർക്ക് വിജയം പൊളിച്ചു എന്ന് പറയാം. പക്ഷേ സാധാരണ ഈ വോട്ടർമാരെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുമ്പിൽ മുഖ്യമന്ത്രി പരിഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു മുന്നൊരുക്കം നടത്തുമല്ലോ. അപ്പോൾ പാർട്ടി യോഗം ചേരുന്നു, PR പ്രൊപ്പഗൻഡകൾ തയ്യാറാക്കുന്നു. നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പിണറായി വിജയൻ അല്ല തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മുടെ മുമ്പിൽ വന്നത്. മറ്റൊരു പ്രതിച്ഛായ എടുത്തങ്ങ് അണിയുകയാണ്. വളരെ സരസമായി സംസാരിക്കുന്നു, മോഹൻലാലുമായിട്ടൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അതേപോലെ ഓരോ യൂട്യൂബർമാർക്ക് പോലും അഭിമുഖം കൊടുക്കുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ആ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്ന മുഖ്യമന്ത്രി യൂട്യൂബ് ചാനലുകൾക്ക് പോലും അഭിമുഖം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ ഒരു പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായിട്ട് നമുക്കറിയാമല്ലോ പിണറായി വിജയൻ എന്താണെന്ന്. നേരത്തെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെതായ വാമൊഴി വഴക്കങ്ങൾ നിരവധി നമ്മൾ കേട്ടതാണ്. പിന്നെ ഒരു മയമില്ലാതെ സംസാരിക്കുന്ന, ഹൗളിംഗ് വന്ന മൈക്കിനെതിരെ പോലും കേസെടുത്ത മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മറ്റൊരു പ്രതിച്ഛായ ഇതൊന്നും അല്ല. നമ്മുടെ മുഖ്യമന്ത്രി ആള് ഡൗൺ ടു എർത്ത് ആണ്. കാരണം ഈ ഒരു പിണറായി വിജയന്റെ പ്രതിച്ഛായ നിർമ്മിതി ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണ്. വാസ്തവം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്രയുണ്ടല്ലോ, അത് അന്നാണ് പിണറായി വിജയനും അല്ലെങ്കിൽ CPM-നും കൃത്യമായ ഒരു സിഗ്നൽ കിട്ടിയത്, നമുക്ക് അധികാരത്തിൽ തുടരാനാവില്ല. കാര്യം ഉമ്മൻചാണ്ടിക്ക് എന്താണ് മലയാളികൾ കൊടുത്ത ആ ഒരു യാത്രയയപ്പ്, അന്ന് മുതലാണ് ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്നൊരു തീരുമാനം. അതായത് ഇത്തരത്തിലുള്ള PR പ്രൊപ്പഗൻഡകളൊക്കെ വല്ലാണ്ട് വന്നു തുടങ്ങി അതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോ ഈ PR പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ വെൽ സ്ക്രിപ്റ്റഡ് ആയിരിക്കുമല്ലോ. മുഖ്യമന്ത്രിക്ക് അടക്കം നിർദ്ദേശം കൊടുക്കും, മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലികൾ ഉണ്ടാവും. അപ്പൊ അത് അദ്ദേഹം തയ്യാറെടുത്താണ് അത്തരം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുക. പക്ഷെ ഇതിന് ശേഷം ആ സ്റ്റുഡിയോ റൂമിൽ നിന്ന് പിണറായി വിജയൻ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ പഴയ പിണറായി വിജയനായി. അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പിണറായി വിജയൻ പഴയ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. പറഞ്ഞാൽ മതി, ചോദിച്ചാണ് ചോദ്യമാണ്, ഒറ്റ ചോദ്യം എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളാണ് ജനപ്രതിനിധി അല്ലെങ്കിൽ മുഖ്യ സേവകനായിട്ടുള്ള മുഖ്യമന്ത്രി. അത് പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം അദ്ദേഹം ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ഭരിക്കുന്നു? അവർ മാൻഡേറ്റ് കൊടുത്തുകൊണ്ട് എന്തുപയോഗിച്ച് ഭരിക്കുന്നു? അവർ കൊടുത്ത നികുതി പണം ഉപയോഗിച്ച്. അല്ല, ഇതിലും ഈ PR വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ആ ചോദ്യം ചോദിച്ചയാള് നിമിഷങ്ങൾക്കുള്ളിൽ വന്ന് പറയുകയാണ്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, എന്റെ തെറ്റ് എന്റെ ഭാഗത്താണ്. നമ്മുടെ ജനപ്രതിനിധികളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിപ്പോ ഏത് വേദിയിലാണെങ്കിലും ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. അയാൾ ആയുധം എടുത്ത് കൊല്ലാൻ വന്നൊന്നും അല്ലല്ലോ. തന്നെയല്ല, പ്രേംല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ ആരാ പോകുന്നത്? IT ജീവനക്കാർ പോകും, കോർപ്പറേറ്റ് ജീവനക്കാര് ചൂട്ടുവിട്ട് നടക്കുന്നവർ പോകും. ഇല്ല, അവർ 5 സ്റ്റാർ ഹോട്ടലിലല്ലേ പോകും പരിപാടിക്ക്. ഇവൻ എന്ന് പറഞ്ഞാൽ EMS പറഞ്ഞ കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയാണ്. ദ ടോയിലിംഗ് മാസസ്. അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് തിയറി ചെയ്ത് കാൾ മാർക്സും ഏഞ്ചൽസും ലെനിനും പിന്നെ സ്റ്റാലിനും ഇല്ലേ? അടിസ്ഥാന വർഗം എന്ന് നമ്മൾ പറയുന്ന മാസ് ബേസ് CPM-ന്റെ അതിലൊരാളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു സ്വാരസ്യമെങ്കിലും അദ്ദേഹം കാണി. ഉമ്മൻചാണ്ടിയെ കമ്പയർ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഇതുപോലൊരു ചോദ്യം വന്നപ്പോൾ ഉമ്മൻചാണ്ടി പ്രസാദമായി ചിരികൊണ്ട് ആ പ്രേക്ഷകരെ മുഴുവൻ കയ്യിലെടുത്തു. ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, പ്രേംലാലിന് ബാക്കി സമയം വിട്ടുതരികയാണ്. അതായത് ഇതിനെ എതിരെ ഒരു റിയാക്ഷനായിട്ട് അല്ലെങ്കിൽ ഇതിനെ നിർവീര്യമാക്കാൻ വേറൊരു നറേറ്റീവ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 6 വയസ്സുകാരനായ ഒരു കൊച്ചി എന്ന് പറയുക, തലയൊന്ന് തല കുലിക്കുമ്പോൾ ഒരു ഉമ്മ, അത് പ്രസാദത്തോടെ ഇത് PR ആണ്, ഇത് അറേഞ്ച് ചെയ്തതാണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് 100% ഉറപ്പാ. അതല്ല, അതും വലിയ ട്രോളായി മാറുകയാണ്. കാര്യം ഒരു അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരാൾക്ക് ഒരു കുഞ്ഞു കുട്ടി ഉമ്മ കൊടുക്കുന്നത് ഇത്ര വലിയ സംഭവമായിട്ട് വരുന്നെങ്കിൽ അത് പിണറായി വിജയന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ അപൂർവമായിട്ട് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു കാഴ്ചയാകുന്നത്. അല്ലെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അപ്പൂപ്പന്മാർക്ക് കുഞ്ഞുങ്ങൾ ഉമ്മ കൊടുക്കുന്നത് നമ്മൾ നിത്യവും കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ അങ്ങനെ അത് കൗതുക കാഴ്ചയായിട്ട് ഇവര് തന്നെ അതൊരു വലിയ സംഭവമായിട്ട് പറയുമ്പോൾ അപഹാസ്യനാകുകയാണ് വാസ്തവത്തിൽ. കാര്യം കൂടെ ഉണ്ട്, ഇവിടെ ഒരു ഉപകാരസ്മരണയുണ്ട്. പത്രങ്ങൾക്ക് ഇത്രയും ബ്ലിറ്റ്സ്ക്രീവ് പരസ്യങ്ങൾ കൊടുത്തതിന്റെ ഒരു നന്ദി പ്രകടനം കാണിക്കില്ല. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. മുമ്പ് ഇതേപോലെ ഒരു വേദിയില് ഒരു CPM-ന്റെ പാർട്ടി പഞ്ചായത്ത് മെമ്പറോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു സെൽഫി ചോദിച്ചു ഒരു വനിത, ഒരു പെൺകുട്ടി. അപ്പൊ മുഖ്യമന്ത്രി നിഷേധിച്ചു. അതിന് പിന്നീട് ഈ പെൺകുട്ടി തന്നെ വന്ന ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല, പുള്ളിക്കാരൻ ആ രീതിയിൽ വലിയ ന്യായീകരണം മെഴുകൽ. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ അതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുമല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഈ SDPI CPM ബാന്ധവം എന്ന തരത്തിൽ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതില് അദ്ദേഹം ക്ഷുഭിതനാവുകയാണ്. നിങ്ങൾ എന്റെ വാർത്താ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്താൻ ബോധമായി വരിക. വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നേ, പിന്നെ അത് ചോദ്യങ്ങൾ നേരിടാൻ വലിയ സൗകര്യം ഇല്ലാത്തവർ വാർത്താ സമ്മേളനം നടത്തരുത്. അതിപ്പോ മാധ്യമപ്രവർത്തകരോട് കയർത്തിട്ട് വല്ല കാര്യമുണ്ടോ? മറുപടി പറയുകയാണ് വേണ്ടത്. ഭാഗ്യത്തിന് കടക്ക് പുറത്തൊന്നും പറഞ്ഞില്ല, ബാക്കിയുള്ള എല്ലാം നടന്നു. അതിപ്പോ കടക്ക് പുറത്തും ജനം പറഞ്ഞോളും എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ നമുക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. ഇവിടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാവൽ നായ്ക്കളാവേണ്ട മാധ്യമങ്ങൾ വെറും വാലാട്ടുന്ന ആൾക്കാരായിട്ട് മാറുക. അല്ലെ, 6 വയസ്സുകാരൻ്റെ അടുത്ത് PR എടുത്തിട്ട് മുഖ്യമന്ത്രി ഉമ്മിക്കുക, അതാണ് ഇപ്പോഴത്തെ വാർത്ത. മുഖ്യമന്ത്രി അപ്പം മുഖ്യമന്ത്രി ഇത്രയും സോഫ്റ്റ് ആയിട്ടൊരു ആളാണെന്നൊരു ചിത്രം സ്ത്രീകളിലേക്ക് എത്തിക്കണം. ഇത്രയും പരുഷനാണെങ്കിൽ വോട്ട് ചെയ്യില്ല. ഒരു ചായക്കപ്പ് ഇല്ലേ, I will come with you to the moon and back എന്ന് എഴുതി വെച്ചത്. ഇതൊക്കെ എന്തോന്നാണ്? എന്നിട്ട് അദ്ദേഹം തന്നെ പിന്നീട് വാർത്താ സമ്മേളനം ഇതേപോലെ അഭിമുഖത്തിൽ പറയുകയാണ് അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. അത് കൃത്യമായി ആ ലെറ്ററിങ് വരുന്ന രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതിയിൽ എടുത്തു കൊടുത്തിട്ട് ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണെന്നുള്ളതാണ്. അല്ല, ഇത് പ്രശ്നം. ഇതിപ്പോ ഈ മാധ്യമങ്ങൾ, ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ പിണറായി വിജയൻ CPM വെളുപ്പിക്കലങ്ങ് കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അതിന്റെ കാരണം വലിയ രീതിയിൽ ഈ കിഫ്ബിയുടെ പരസ്യങ്ങൾ വലിയ രീതിയിൽ കൈപ്പറ്റിയിട്ടുണ്ട് പലരും. പിന്നെ പല മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ തലപ്പത്തിരിക്കുന്നവർ പലരും അടുത്ത CPM അനുഭാവികളോ അല്ലെങ്കിൽ ആ ആശയധാര അന്ധമായി പിന്തുടരുന്നവരാണ്. അപ്പൊ അവർ വലിയ രീതിയിൽ ചില സർവേകൾ ഒക്കെ പുറത്തുവിടുന്നു, അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് സർക്കാരിന്റെ ഒരു ജിഹോയായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രൊപ്പഗൻഡ മെഷീനറി ആയിട്ട് ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതേ മാധ്യമങ്ങൾ തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം കേവലം 2 മാസം കൊണ്ടങ്ങ് ഇല്ലാണ്ടായോ? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കിടന്നിട്ട് 1-2 മാസമല്ലേ ആയുള്ളൂ. അപ്പൊ അത് ഇത്ര പെട്ടെന്ന് മാറാൻ എന്ത് സാങ്കേതിക വിദ്യ കൊടുത്തപ്പോ ഒരു അടിമത്ത മനോഭാവം മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാർക്ക് വന്നു. മുതലാളിമാർ അടിമകളായി പിണറായി വിജയൻ. അല്ല, അതിന്റെ പ്രതിഫലനമാണെന്ന് എനിക്ക് അതില് ഒരു കാര്യം കൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോ MV നികേഷ് കുമാർ ആണല്ലോ ഇതിന്റെ മൊത്തം അടങ്കൽ കൊട്ടേഷൻ എടുത്തേക്കുന്നത്. അദ്ദേഹം ഒരു വേദിയിൽ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയിലാണ് ഷാനി പ്രഭാകറെ വിമർശിക്കുകയാണ്. നിങ്ങൾ അന്ധമായി സർക്കാരിനെ അത് ചെയ്യുന്നു, വിമർശിക്കുന്നു, നല്ല കാര്യങ്ങൾ കാണുന്നില്ല. അപ്പോ നികേഷ് കുമാർ തന്നെ, അദ്ദേഹം മുൻ മാധ്യമ പ്രവർത്തകനാണല്ലോ, അദ്ദേഹം തന്നെ പഠിപ്പിച്ചു കൊടുത്ത പാഠം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഷാനി മറുപടി പറയുന്നത്. ഇതേ മാധ്യമപ്രവർത്തകൻ തന്നെയാണ്, നമ്മൾ ചെയ്യുന്നത് PR വർക്കല്ല,
അത് PRD ചെയ്തോളും. സർക്കാരിന്റെ മേന്മ പറച്ചിൽ അത് PRD ചെയ്തോളും. നമ്മുടെ ജോലി എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കലാണ്. അതുണ്ടെങ്കിൽ അത് കാണിക്കുക തന്നെ ചെയ്യും. അതിപ്പോ എത്ര പ്രശ്നമാണെങ്കിലും അത് ചെയ്യലാണെന്ന് മാധ്യമധർമ്മം. അതിപ്പോ അതിൽ അലോസരപ്പെട്ടിട്ട് കാര്യമില്ല. വാസ്തവത്തിൽ അതാണ് മാധ്യമങ്ങൾ തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ട സ്ഥാനത്ത് പലരും ഇപ്പോ എന്താ പറയുക, ഈ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന പരിപാടി പലരും ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നത്, നികാഷ് കുമാർ തന്നെ ദൂരദർശനെ വിമർശിക്കുകയുണ്ടായി. അത് ഗവൺമെന്റിന്റെ ഒരു ഗസറ്റ് അല്ലേ എന്നാണ്. അപ്പോ ഇപ്പോൾ പല മാധ്യമങ്ങളും ഇപ്പോൾ നികാഷ് കുമാർ പറയുന്ന ഈ ഗസറ്റ് ഗണത്തിൽ പെട്ടതായിട്ട് മാറിയിട്ടുണ്ട് എന്ന് സംശയിക്കും. പ്രത്യേകിച്ചും അദ്ദേഹം ഒരിക്കലിരുന്ന റിപ്പോർട്ടർ ചാനൽ പോലും അവർ ഗവൺമെന്റിന്റെ ഒരു ഗസറ്റായിട്ട് മാറിയിരിക്കുക. അതിന്റെ കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനിപ്പോൾ സമയമില്ല, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.